അദാനിക്കും അംബാനിക്കല്ലേ അച്ചാദിൻ വന്നിന്? കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് അച്ചാദിൻ വന്നിട്ടുണ്ടോ? ഉണ്ടോ? അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല. കോഴിക്കോടിന്റെ കോഴിക്കോട് സർവകലാശാലയിൽ സംസ്ഥാന ഗവൺമെന്റും CPIയും എടുക്കുന്ന സമീപനത്തിന് ഒരാളെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആരിഫ് മുഹമ്മദ് ഖാനെതിരായി മുഖത്ത് നോക്കിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ SFIയുടെ തുണക്കുട്ടികൾ നിയമസഭയിൽ കണ്ടില്ലല്ലോ. മുഴുവൻ തയ്യാറായി. യൂത്ത് കോൺഗ്രസും KSU ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ RSS ആണ് എന്ന് പറയാനുള്ള തന്റെ ഇടം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കതില്ല. മട്ടന്നൂർ പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടു ആവേശകരമായ നിരവധി വിഷയങ്ങൾ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കപ്പെട്ട ഈ മട്ടന്നൂരിൽ നിന്നുള്ള പടക്കളത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് VK സനോജ് CPIM DYFI സംസ്ഥാന സെക്രട്ടറി, വിനോദ് മാസ്റ്റർ BJP NDA, രജിത് നാറാത്ത് കോൺഗ്രസ് UDF. ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് CPIMനോടും കോൺഗ്രസിനോടാണ്. ഇവിടുന്ന് ആര് ജയിച്ചു പോയാലും കേന്ദ്രത്തിലെത്തിയാൽ അവർ രണ്ടും ഒരുപോലെയാവും. ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് രണ്ടുപേരും നിൽക്കുന്നത്. എന്നാൽ ഈ കേരളത്തിലെ ഈ മണ്ഡലത്തിലെ കാര്യം ആര് ചിന്തിക്കും? എന്താവും? ജയിക്കേണ്ടത് എല്ലാവരും ജയിക്കും. അങ്ങനെ ഉണ്ടോ? എന്നാ വരവായിരുന്നു, എന്നിട്ട് എങ്ങോട്ടോ ഒരു പോക്ക്. ഇത് എന്നാ ഏർപ്പാടാന്ന്? ജയിക്കുന്ന കാര്യമല്ല, ഇവിടെ ആര് ജയിച്ചാലും. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയും പഴയ കോൺഗ്രസ്സുകാരനാ. അപ്പൊ 3 പേരും അങ്ങനെ വേണോ പറയുന്നത്? രഘുനാഥ് കഴിഞ്ഞ തവണ ധർമ്മടത്ത് മത്സരിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. അദ്ദേഹമാണ് BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്താണോ പഥ്യം? വികസനം, നരേന്ദ്രമോദിജിയുടെ വികസനം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങളിനെ BJPയെ ജയിപ്പിക്കും. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വരുന്നത്. കോൺഗ്രസ് നമ്മുടെ അതായത് ദേശീയതയോട് താല്പര്യമുള്ളവരെല്ലാവരും BJPയിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദേശീയത എന്ന് പറയുന്നത് എന്താ? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത RSS എന്ത് ദേശീയത? എവിടെ ദേശീയത? എന്ത് വികസനം? ഈ കേന്ദ്ര ഗവൺമെന്റ് ഭാഗമായി എന്ത് വികസനമാണ് നടത്തിയത്? അത് പറയട്ടെ. എന്ത് വികസനം നടത്തിയിട്ടുള്ളത് പറയട്ടെ. വിനോദ് മാസ്റ്റർ, നേരത്തെ ഈ വികസനം കണ്ടുകൊണ്ടാണോ ഇപ്പോൾ റീസെന്റ് AK ആന്റണിയുടെ മകൻ വരുന്നത്? നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. വളരെ പ്രധാനപ്പെട്ട കണ്ണൂരിലെ കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് അദ്ദേഹം മോദിയുടെ വികസനത്തിൽ ആകർഷണനായി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ ഒരു സുഹൃത്ത് ഉന്നയിച്ച ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ പെട്രോളും ഗ്യാസും ഒക്കെ, അതായത് മാർക്സിസ്റ്റുകാർ പിന്തുണച്ച കോൺഗ്രസിന്റെ ഗവൺമെന്റ് 2004 മുതൽ 2014 വരെ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ ഇവിടെ പെട്രോളിനും ഡീസലിനും എണ്ണവാതക ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ ചാർജ് ഈടാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ സമരം നടത്തുകയാണ് BJP. ഞാൻ പറഞ്ഞു കഴിയട്ടെ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ $140 ഉണ്ടായിരുന്ന വില ഇന്ന് $80. കാളവണ്ടി മാത്രമല്ല, മാർക്സിസ്റ്റുകാർ പിന്തുണച്ച കോൺഗ്രസിന്റെ ഗവൺമെന്റിനെതിരെ ശക്തമായി സമരം നടത്തുകയാണ് BJP. അതിൽ സംശയമൊന്നുമില്ല. അല്ല മാഷേ, അപ്പൊ 50 രൂപയ്ക്ക് ആവേശത്തിൽ അന്ന് പറഞ്ഞു. അല്ല, 2016 അന്ന് പോലും 70 രൂപ മുതൽ 80 രൂപ വരെ ഒരു ലിറ്റർ പെട്രോൾ ഈടാക്കിയിരുന്നു. അന്ന് പോലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ആ 10 വർഷം UPA ഭരിച്ചപ്പോ രാജ്യത്ത് എണ്ണ കമ്പനികൾക്ക് 2 ലക്ഷം കോടി രൂപയാണ് നൽകിയത്. 10 വർഷം UPA ഭരിച്ചപ്പോ എണ്ണ കമ്പനികൾക്ക് 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ആ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ആ കടബാധ്യതക്ക് കോടിക്കണക്കിന് ഉറുപ്പിക ഒരു വർഷം തന്നെ ഇന്നത്തെ ഗവൺമെന്റ് പലിശ നൽകേണ്ടി വരുന്നു. UPA കാലത്തുണ്ടാക്കിയിരുന്ന കോടിക്കണക്കിന് രൂപ കടബാധ്യത, അത് പലിശയടക്കം ഇന്ന് 50% ഇന്നത്തെ ഗവൺമെന്റ് തിരിച്ചുവിട്ടി. ജനങ്ങൾക്ക് സബ്സിഡി കൊടുത്തതിനെയാണ് കടബാധ്യത എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട BJP വക്താവിന്റെ വാദം, അതിൽ ഗവൺമെന്റ് നേരത്തെ കൊടുത്ത, ഒരു മിനിറ്റ് പറയട്ടെ,
ഗവൺമെന്റ് നേരത്തെ അങ്ങനെ പറയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലല്ല, എന്റെ അവസരമാണ്. ശരത്തെ ഒന്ന് കേൾക്കൂ, എന്റെ ഒന്ന് കേൾക്കൂ. ഞാൻ കാര്യങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിച്ച വെറുതെ ചോദ്യം ചോദിക്കാൻ മറുപടി കൊടുക്കണല്ലോ. പറഞ്ഞു തീർത്തോളൂ. അല്ല സനോജ് അങ്ങനെയാണെങ്കിൽ ശരി എന്നാവട്ടെ. എനിക്ക് ഇത് എന്താന്ന് വെച്ചാൽ താങ്കൾ അതേക്കുറിച്ച് ഒരു വാദം പറഞ്ഞു, അവിടെ ഒരു തർക്കം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് സംസാരിച്ചോളാനാണ്. അല്ല, അദ്ദേഹം പറയുന്നതിനിടയിലും നിരവധി തർക്കങ്ങൾ എനിക്ക് മറുതർക്കങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു. അല്ലല്ല, അത് ഞാൻ ചോദിക്കട്ടെ. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ നേതാക്കന്മാരും അടികൂടാൻ വേണ്ടിയിട്ടല്ലോ ഇത്തരം ചർച്ച വെക്കുന്നത്. ചർച്ചയിൽ അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഭരിക്കുന്ന കക്ഷികൾ എന്താണ് സ്വീകരിക്കുന്ന സമീപനം, അത് ജനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന ചർച്ചയ്ക്ക് വേണ്ടി പറയുമ്പോൾ പരസ്പരം അടികൂടുകയോ കലഹിക്കുകയോ ചെയ്യുന്ന വാക്കുകളൊന്നല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അത്തരം ചർച്ചകൾ തർക്കം സ്വാഭാവികമാണ്. അങ്ങനെ തർക്കങ്ങളും വിമർശനങ്ങളും സ്വാഭാവികമാണ്. അതിന് മറുപടി പറയാൻ നമുക്ക് അവസരം തരണം. ഇന്നത്തെ 10 വർഷക്കാലത്തിനിടയിൽ 8 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്ത ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോടിക്കണക്കിന് ഉറുപ്പിക, അതായത് ഇവരുണ്ടാക്കി വെച്ച കടബാധ്യത 50% പലിശയും ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് നൽകുകയാണ്. അതോടൊപ്പം നമുക്കറിയാം ആഗോള പ്രതിസന്ധി ഉണ്ടായ സമയം, ലോകത്ത് ആഗോള പ്രതിസന്ധി, റഷ്യ ഉക്രൈൻ യുദ്ധ സമയം, അതുപോലെ ഹൂതി ആക്രമണം, ചെങ്കടലിലുണ്ടായ ഹൂതി ആക്രമണം. ഈ കാലത്തൊന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ 1 ലിറ്റർ പെട്രോൾ 275 രൂപയായി വർദ്ധിച്ചപ്പോഴും ഇന്ത്യ രാജ്യത്ത് വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടായില്ല. ഒരു കാര്യം കൂടി നാം ആലോചിക്കണം, ആരാണ് എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അധികാരം? കോൺഗ്രസ് ഗവൺമെന്റ്. എണ്ണ കമ്പനികൾ വില നിർണ്ണയിക്കാൻ അധികാരം ഇവരുടെ CPM പിന്തുണച്ച കോൺഗ്രസ് ഗവൺമെന്റാണ് എണ്ണ കമ്പനികൾ വില നിർണ്ണയിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനകീയ വിഷയമാണ്. അതിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില കൂടുന്നതിന്റെ ന്യായീകരണം BJP പറഞ്ഞു കഴിഞ്ഞു. BJP വക്താവ് അവതരിപ്പിച്ചു. നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിന്റെ മുൻനിരയിൽ ഇവരുടെ സംസ്ഥാന നേതൃത്വം, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതൃത്വമായിരുന്നു. ഒരു കാളവണ്ടിയിലാണ് പ്രകടനം, അല്ലേ? ഇപ്പോഴത്തെ BJPയുടെ അവിടെയുള്ള അന്നത്തെ ജില്ലാ പ്രസിഡന്റ് സുരേഷാണ് കാളവണ്ടിയുടെ പുറത്തു കയറി ജാഥ നടത്തിയത്. എന്തായിരുന്നു ആ സമരത്തിന്റെ മുദ്രാവാക്യം? പെട്രോളിന്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന്. ഇവരുടെ സംസ്ഥാന അധ്യക്ഷൻ TV ചർച്ചയിൽ വന്നിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞു, BJPക്ക് ഒരു അവസരം കിട്ടിയാൽ 50 രൂപയ്ക്ക് പെട്രോൾ. ഇപ്പൊ അവസരം കിട്ടിയല്ലോ, 10 വർഷം. എത്രയാ കൂട്ടിയത്? എത്ര കൂട്ടി? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞപ്പോഴും ഇവിടെ വില കൂടി. എന്തിനു കൂട്ടി? ഇപ്പൊ ചില തെരഞ്ഞെടുപ്പ് സമയത്ത് വില കുറക്കും, 1 രൂപ 2 രൂപ കുറച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ ജനങ്ങൾക്ക് നേരത്തെ കൊടുത്ത സബ്സിഡി, വലിയ സബ്സിഡി കൊടുത്തിട്ട് രാജ്യം കടത്തിലായിപ്പോയി എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് കൊടുത്ത സബ്സിഡിയെ കുറിച്ച് ഇവർക്ക് ആശങ്ക. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവായി കോടാനുകോടി രൂപ BJP ഗവൺമെന്റ് വന്ന് ഇളവ് ചെയ്ത് കൊടുത്തപ്പോ അതിനെക്കുറിച്ച് ഒരു ആശങ്കയും ഇയാൾക്കില്ല. ഒരു കാര്യം കൂടി, നേരത്തെ ഇദ്ദേഹം വസ്തുതാപരമായ ഒരു തെറ്റ് പറഞ്ഞു. എന്താണ്? ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പറഞ്ഞു 1% വോട്ടില്ലാത്ത പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടില്ല, അല്ലേ? എല്ലാവരും കേട്ടില്ലേ? ഞാനൊന്ന് നേരിട്ട് ചോദിക്കട്ടെ. 5% താഴെ വോട്ടുള്ള ജനതാദളിന് 50 കോടി കിട്ടി. ആം ആദ്മി പാർട്ടിക്ക് 52.4 കിട്ടി. ഇനി ഗോവയിലെ 2 പാർട്ടി, MGP മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി, GFP ഗോവ ഫോർവേഡ് പാർട്ടി, ഇവർക്കെല്ലാം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയിട്ടുണ്ട്. ലോകസഭയിൽ 1% വോട്ടില്ല, ആ തെരഞ്ഞെടുപ്പ് 1% വോട്ടും ഇല്ല. പ്രാദേശിക പാർട്ടികളാണ്. ഇത്രയും ആളെ മുന്നിൽ വന്നിട്ട് 1% വോട്ടില്ലാത്തതുകൊണ്ടാണ് CPM-ന് പണം കിട്ടാത്തത് എന്നുള്ള ആന മണ്ടത്തരമാണ് ഇപ്പൊ പറഞ്ഞത്. മണ്ടത്തരം. ബോണ്ട് ദുഃഖമാണുണ്ണി, ബക്കറ്റല്ലോ സുഖപ്രദം. ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ പറയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് പറയാം. 5% കുറവുള്ള സ്ഥാനത്താണ് CPM. നിയമപരമായി ചെയ്യാം ഏത് പാർട്ടിക്കും. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അതാണ് പറയാം. 50 കോടി 100 കോടി 150 കോടി വാങ്ങിയ പാർട്ടികൾ ആരാ? BJP പറഞ്ഞു കൊടുക്ക്.
സാന്റിയാഗോ മാർട്ടിന് 2 കോടി ബോണ്ട് വരുന്നതിന് മുമ്പേ 2 കോടി വാങ്ങിയവരാണ് നിങ്ങൾ. സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് മുമ്പേ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പേ സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന് 2 കോടി ഉറുപ്പിക വാങ്ങിയത് താങ്കൾ ഓർമ്മയില്ലേ? ആ നേതാവ് വാങ്ങിയ നേതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ നല്ല തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുമ്പ് ചർച്ചാ വിഷയമായത് പെട്രോൾ, ഗ്യാസ് വില, അതുപോലെ ഡീസൽ വില, ഇതിന്റെ കുതിച്ചുയർന്ന സാഹചര്യം, ഇത് കുറയ്ക്കാനാവാത്ത BJP, അതിൽ കൊടുത്ത BJP നേതാക്കൾ നൽകിയ ഉറപ്പ് പാലിക്കാത്തതും ഒക്കെ ഗൗരവമായ വിഷയമാകുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണിത്. എന്താണ് നിങ്ങളുടെ വാദം? ചുരുക്കി. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP 2014 അധികാരത്തിൽ വന്ന് ഈ 2024 തെരഞ്ഞെടുപ്പ് നേരിടുന്നതുവരെ ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ, ഒരു വർഷം 22 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും. 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ടോ കേരളത്തിൽ? ഒരു സഹോദരി ചോദിച്ചല്ലോ, തൊഴിലെവിടെ? എവിടെ തൊഴിൽ? ഞങ്ങൾ തിരിച്ചു ചോദിക്കുക, എവിടെ തൊഴിൽ? ഒരു വർഷം ഇപ്പോഴും പറയാം 30 ലക്ഷം തൊഴിലിടങ്ങൾ, 30 ലക്ഷം കൊടുത്ത തൊഴിലിന്റെ എന്നെ പറയാൻ സമ്മതിക്കാം. 30 ലക്ഷം തൊഴിലിടങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ BJP ആളുകളെ നിയമിക്കുന്നുണ്ടോ? നിയമിക്കുന്നില്ല. അതിന് സമാനമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയം. ഇതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, $140 ക്രൂഡ് ഓയിലിന് വിലയുണ്ടായെടുക്കുക. ഇന്ത്യയിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 60-70 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുത്തിട്ടുണ്ട്. പാചകവാതക സിലിണ്ടറിന് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെ പോയി സബ്സിഡി? ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന തട്ടിപ്പ് നടത്തുന്ന ഗ്യാസ് സംവിധാനം ഉണ്ടാക്കിയല്ലാതെ കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ ഗ്യാസിന്റെ സബ്സിഡി കിട്ടാതായിട്ട് കാലത്രയായി. ഇനി അത് പോട്ടെ, ഇദ്ദേഹം പറഞ്ഞല്ലോ വില നിർണയാധികാരം കോൺഗ്രസിന് കൊടുത്തതുകൊണ്ടാണ്, കോൺഗ്രസ് നൽകിയതുകൊണ്ടാണ്. കോൺഗ്രസ് ആണ് നൽകിയത്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയാൻ വിനോദം ശ്രമിക്കണം. എന്തറിയോ, പെട്രോളിന്റെ വില നിർണയാധികാരം കോൺഗ്രസ് നൽകിയിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പെട്രോളിന്റെ വില നിർണയാധികാരം രാജ്യത്തെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ചരക്ക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡീസൽ വാഹനങ്ങളാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന ഉൾപ്പെടെ അതിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് ഡീസലിന്റെ വില നിർണയാധികാരം കമ്പനികൾക്ക് കൊടുത്തിട്ടില്ല. BJP ഗവൺമെന്റ് കൊടുത്തു. പിന്നീട് വന്ന മോദി കൊടുത്തു ഡീസലിന്റെ. അടുത്തൊന്ന് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ഏറ്റെടുക്കുമല്ലോ, ഞാൻ ഏറ്റെടുക്കാം. ഇനി ഒന്നുകൂടി പറയാം, ഡീസലിന്റെ വില നിർണയാധികാരം BJP ഗവൺമെന്റ് കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം അന്ന് BJP ഗവൺമെന്റ് ഈ രാജ്യത്തോട് പറഞ്ഞു, എന്താ അറിയോ, എല്ലാ മാസവും ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോഴും കുറയുമ്പോഴും ഒരു മാസത്തിൽ ഒരിക്കൽ പ്രകൃതിവാതക മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് തീരുമാനിച്ച് വില നിശ്ചയിക്കും. എന്താ സംഭവിച്ചത് ഈ രാജ്യത്ത്? അങ്ങനെ ഒരു ഇരുത്തുണ്ടോ? ഇപ്പോൾ എല്ലാ ദിവസവും തോന്നിയ പോലെ തെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ 100 കുറക്കും, തെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ 200 കൂട്ടാൻ തീരുമാനിച്ചവരവര്. 275 ലക്ഷം കോടി ബാധ്യത നിൽക്കുകയാണ് ഈ രാജ്യത്തിനകത്ത്. എന്നിട്ട് ഇവര് വലിയ കാര്യം പറയാം. നല്ല രസകരമായ ചർച്ച എന്നറിയാം. BJPയും CPM-ഉം തമ്മിൽ രസകരമായ ചർച്ച. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടി എന്നിട്ട് സെസ് കൂട്ടിയവരാണ് CPM. അതായത് വിലന്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള 2 രൂപ ഡീസലിനും പെട്രോളിനും സെസ് കൂട്ടി പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ പെൻഷൻ കൊടുത്തില്ല. ഒരു മാസത്തെ 7 മാസത്തെ പെൻഷൻ പെൻഡിങ് വെച്ചിട്ടാണ് ഒരു മാസം കൊടുത്തത്. ഒരു മാസം കൊടുത്തു സമ്മതിക്കുന്നു കൊടുത്തു ഒരു മാസത്തെ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയട്ടെ എന്നെ പറയാൻ വിടൂ, ഒന്ന് പറയട്ടെ. BJP നേതാവിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾ 10 വർഷമായിട്ട് ഈ ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ പറയണം. 10 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ജോലി കൊടുത്തു. അതായത് 54 ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയിലെ പൊതുകടം. ഇപ്പൊ 205 ലക്ഷം കോടിയെ വർദ്ധിച്ചു. 205 ലക്ഷം കോടിയെ വർദ്ധിച്ചു. എന്തായിട്ട് ഈ 10 വർഷക്കാലം നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്ത് ദൂർത്തടിക്കാൻ ഇന്ത്യയിലെ പൊതുപണം ലോകത്ത് ചുറ്റിയടിച്ചുകൊണ്ട് വേർന്നു വരും. ഈ സഹോദരി പറഞ്ഞു 6000 രൂപ കൊല്ലം പെൻഷൻ കൊടുക്കുന്ന കാര്യം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 6000 രൂപ കൊടുക്കുന്നു. കേരളത്തിൽ കൊടുക്കുന്നത് 19,200 രൂപ ഒരു കൊല്ലം കൊടുക്കുന്നു. പെൻഷന്റെ കാര്യമായി ബന്ധപ്പെട്ട്
പെൻഷന്റെ കാര്യവും അതുപോലെ തന്നെ സബ്സിഡിയൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കളൊക്കെ ഇവിടെ വലിയ രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചു. കേരളത്തിൽ നിന്ന് GSTയുടെ വിഹിതം വലിയ രീതിയിൽ പിരിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് കേരളത്തിന് കിട്ടാനുള്ള ആനുകൂല്യം പോലും കൊടുക്കാതെ പിടിച്ചു വെച്ച് കേരളത്തിനെ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കാൻ നോക്കിയിട്ടുള്ള ആളുകളാണ് BJPയുടെ ആളുകൾ. അതിനു വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും പറയാത്ത ആളുകളാണ് കോൺഗ്രസിന്റെ ആളുകൾ. അതുമാത്രമല്ല, അവസാനം സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയുടെ അടി കിട്ടിയ സമയത്താണ് ഇവിടെ പെൻഷൻ ഈ പൈസ കൊടുക്കണം എന്നുള്ള തീരുമാനമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും നികുതിപ്പണം ഊറ്റിയെടുത്തുകൊണ്ട് BJP എതിരമായിട്ടുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് ഉപരോധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ MP മാരോട് പറഞ്ഞു ഒരു കാര്യം കൂടി. BJP അല്ല ഈ കോൺഗ്രസിന്റെ ആളോട് ചോദിക്കാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ എന്താ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെട്ട സാധനങ്ങളാ കൈരളി ന്യൂസിന്റെ ആള് ചർച്ചയ്ക്ക് ചോദിച്ച സമയത്ത് നമ്മുടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് അറിയപ്പെടുന്ന MP പറയാണ് നിങ്ങൾ വർഗീയവാദിയാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് പാർലമെന്റിലേക്ക് അയക്കുക? ഏതായാലും പൗരത്വത്തിലേക്ക് കൂടി ഈ ചർച്ച പോവുകയാണ്. ദയവായി നിങ്ങൾ മൂന്നുപേരും ഓർത്തു വെച്ചോളൂ. BJPന്റെ പ്രതിനിധിയോട് ചോദിക്കുക. BJPന്റെ പ്രതിനിധി ഇത്രയും ആളെ കൊടുത്തെന്ന് പറഞ്ഞു. CPM 10 കോടി ഉറുപ്പിക മേടിച്ചു. ആ BJPന്റെ പ്രതിനിധിയോട് ഞാൻ പറയുന്നത്, ഞാൻ CPMന്റെ അനുഭാവിയാണ്. ഈ 10 കോടി ഉറുപ്പിക നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ നാട്ടിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ BJPയിൽ അംഗത്തെടുക്കാം. മണിപ്പൂർ ക്രിസ്ത്യാനികളെ വേട്ടയാടി അവരെ സംരക്ഷിക്കാൻ ഇന്നും പ്രധാനമന്ത്രി ഒരു വാക്ക് ലോകസഭയിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ പെട്രോളിന്റെ സംസ്ഥാന നേതാക്കന്മാർ BJPന്റെ ഇന്നത്തെ 50 ഉറുപ്പിക്ക് വേണ്ടി കാളവണ്ടി മാർച്ച് നടത്തിയവരാ നിങ്ങൾ. കോൺഗ്രസിന്റെ പ്രതിനിധിയോടാ കഴിഞ്ഞ ദിവസം ഈ SDP-യുടെ വോട്ട് കോൺഗ്രസിന് ചെയ്യുമെന്ന് SDP-യുടെ ഭാരവാഹികൾ പറയുകയുണ്ടായി. കേരളത്തിൽ ഈ കണ്ണൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K. സുധാകരൻ പറയുന്നു, ഞാൻ ജയിച്ചാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകും. അപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസിന്റെ പ്രതി ഒന്ന് പറഞ്ഞു തരണം. SDPI എന്ന് പറയുന്ന പാർട്ടി അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് കേരളത്തിലെ 20 UDF-നെ പിന്തുണക്കാൻ തയ്യാറാകുന്നു. ഞങ്ങൾ അവരുമായി ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരോട് വോട്ടിന് ചോദിച്ചിട്ടില്ല. അവരെ വോട്ട് വേണ്ടെന്ന് വളരെ ധൈര്യപൂർവ്വം പറയാനൊന്നും കഴിയോ? ഒരു കോൺഗ്രസിന് വേണ്ട. നേതൃത്വവും പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി. അല്ല, അദ്ദേഹം ഒഴിഞ്ഞു മാറിയല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് SDPയുമായി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. അത് വേറെ. അദ്ദേഹം ചോദിച്ചത് കോൺഗ്രസിന് അത്തരം മതവർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിത്ത് പറഞ്ഞു. ഇപ്പോഴല്ല ചർച്ചയിൽ പറഞ്ഞു. VD സതീശൻ എന്നല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. VD സതീശൻ ഇന്ന് SDPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി കണ്ണൂരിൽ SDPയുടെ വോട്ട് വേണ്ട പറഞ്ഞു. നമ്മൾ അംഗീകരിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഈ 2019 തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയെടുത്ത മുദ്രാവാക്യം ഇപ്പോഴും ഉണ്ടാവുകയാണ്. ആ മുദ്രാവാക്യത്തിന് കണ്ണൂരിലെ ജനങ്ങൾ മറുപടി 2019 കൊടുത്തു. ഈ പ്രശ്നം എന്താ പറയുക, ഓരോ തവണയും നിങ്ങളെ ഈ അലട്ടും വിധം സുധാകരന്റെ ഒരു വാചകം ഇങ്ങനെ ഏറിലുണ്ട്. അതായത് ഷാഹിക്ക് സംരക്ഷണം കൊടുത്ത ആളാണ്. സംരക്ഷണം ഏത് കാലത്തായാലും അങ്ങനെ ഒരാൾ ഈ പൗരത്വ നിയമത്തിന്റെ കാലത്ത് ലോക്സഭയിൽ പോയി എങ്ങനെ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കും? എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന് പരസ്യമായി പറഞ്ഞ ഒരാൾ ഈ കാലത്ത് ലോക്സഭയിലേക്ക് പോയാൽ എങ്ങനെ BJP വിരുദ്ധ നിലപാടുകളിൽ 5 വർഷവും ഉണ്ടാകും? അതാ ഞാൻ പറഞ്ഞത്. 2019 ഇതേ മുദ്രാവാക്യം തന്നെയാണ് K. സുധാകരനെതിരെ കണ്ണൂരിൽ അന്ന് പരാജയപ്പെട്ടു പോയില്ലേ? ആ മുദ്രാവാക്യം കഴിഞ്ഞ 24 കാലത്ത് K. സുധാകരൻ പറഞ്ഞത് വലിയ ചർച്ചയായി. 23-ാം പാർട്ടി കോൺഗ്രസിൽ വന്ന ആളുകളുടെ പ്രസംഗം ഒരു അനുസ്മരണ യോഗത്തിൽ സുധാകരൻ പരസ്യമായി പ്രസംഗിച്ചതാണ്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നതിന്റെ മഹത്വം സ്വയം അദ്ദേഹം പറഞ്ഞതാണ്. ഇതെന്തിനാ ഇപ്പൊ നിഷേധിക്കുന്നത്? ഏത് കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ്സുകാരന് RSS ശാഖയ്ക്ക് സംരക്ഷണം കൊടുക്കാനാകുമോ? ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, CAA നടപ്പാക്കാൻ വേണ്ടി ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ
അത് നടപ്പാക്കാൻ പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇവരുടെ ദേശീയ അധ്യക്ഷൻ കാണിച്ചിട്ടില്ല. ഇവരുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞു അത് പിന്നീട് പഠിച്ചിട്ട് പറയാം എന്നാ പറഞ്ഞു. എന്താ പഠിക്കാനുള്ളത്? 2019 രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് അതിനുശേഷം ഉജ്ജ്വലമായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഇന്ത്യയെ നമ്മൾ മറന്നുപോയോ? അങ്ങനെ സമര ഇന്ത്യ വളർന്നു വന്ന ആ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആളെ എങ്ങനെ വിശ്വസിക്കും? ഇപ്പോഴിതാ STPയുടെ വോട്ട്, STP ആണെങ്കിൽ STPI, RSS ആണെങ്കിൽ RSS, സകല വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾ വാങ്ങും എന്നാണ് ഇവർ പറയുന്നത്. നേരിട്ട് ചോദിച്ചപ്പോ അത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇവർക്കില്ല. STPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലും വരുന്നത് DYFയുടെ സംസ്ഥാന നേതാവ് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി സംഘടനാ ചുമതലയിൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കർണം ബദിരമായതുകൊണ്ടാണ്, ഞങ്ങളെ ബദിരല്ല കർണം. ഇതൊക്കെ പരസ്യമായി നടന്ന കാര്യമാണ്. ഡൽഹിയിൽ പരസ്യമായി നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ ആരോപണമല്ല. ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പഠിച്ചിട്ട് പറയാം. 2019 നിയമം വന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചട്ടവും പുറത്തു വന്നു. ഈ ചട്ടവും പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഖാർഗെയോട് ചോദിച്ചപ്പോൾ രാത്രി കൂടി ആലോചിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലല്ല, ഈ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസിന്റെ ഘടകങ്ങൾ എല്ലായിടത്തും സമരത്തിലാണ്. രാഹുൽ ഗാന്ധി ഒരു ചോദ്യം കൂടി, ഇതിനിടയിൽ CA വിഷയമായതുകൊണ്ട് പറയാം. CA വിഷയത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോ ഇവർ കേരളത്തിൽ മാത്രം എന്തേ നൈറ്റ് മാർച്ച് നടത്തിയത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നൈറ്റ് മാർച്ച് പോയിട്ട് നട്ടുച്ചക്ക് പോലും ഒരു മാർച്ച് നടത്തിയോ ഇവര്? ഒരു മാർച്ച് നടത്തിയിട്ടില്ല. ഇവിടെ നൈറ്റ് മാർച്ച് മഹാരാഷ്ട്രയിൽ മഹാറാലി നടത്തിയില്ല കോൺഗ്രസ്. ഇവിടെ കൃത്യമായി അടികൂടിയിട്ട് അങ്ങ് ഡൽഹി പോയിട്ട് ബയ്യ ബയ്യ നടക്കാനല്ലേ നിങ്ങൾ ഇവിടുന്ന് ഈ അടികൂടുന്നത്? ഈ വാദത്തോട് എന്താണ് അഭിപ്രായം? അപ്പൊ നിങ്ങൾ BJP സുഹൃത്ത് പറഞ്ഞതിനുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് ഇവിടുന്ന് മാറി നിന്ന് ആ വണ്ടിയിലെത്തോ എവിടെയെങ്കിലും മാറി നിന്നിട്ട് നിങ്ങൾ BJPക്കും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരാൾ മാത്രം ഇവിടെ സംസാരിച്ചാൽ മതിയാവും. കാരണം കൃത്യമായിട്ടും എന്താണോ BJP പറയുന്നത് അതാണ് കോൺഗ്രസ്സുകാരനും പറയുന്നത്. ഇവിടെ ഇന്ന് കോൺഗ്രസ്സുകാരനായിട്ടുള്ളത് നാളെ BJP ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഇന്ന് മത്സരിക്കാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവാണ്. ഇങ്ങനെ BJPയും കോൺഗ്രസും തമ്മിലുള്ള ടൈപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾ ഇത് ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. 2 മുന്നണി വക്താക്കൾ ഇവിടെ ഇന്ത്യ മുന്നണിയിലും കൊണ്ടുവന്നിട്ട് ഇവിടെ ആരെ പരാജയപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്? ഇവരാരെ പരാജയപ്പെടുത്താൻ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സുഹൃത്തെ, കേരളത്തിന്റെ ഈ ജനങ്ങളെ പ്രശ്നം അറിയോ? കേരളത്തിന്റെ പൊതുമനസ് മോദി സർക്കാർ വിരുദ്ധമാണ്, BJP വിരുദ്ധമാണ്. അവിടെ അതിലാർക്കാണ് വോട്ട് എന്നുള്ളതേ ഉള്ളൂ. ഇടതുപക്ഷത്തേക്കാണോ വലതുപക്ഷത്തേക്കാണോ? 2 ചേരിയിൽ നിൽക്കുന്ന സഹോദരന്മാരും ഇതാരെയാണ് നമ്മളെ ഈ ലളിത യുക്തിയിൽ കാണേണ്ട വിഷയമല്ല. BJP അടുത്ത BJP വെയിറ്റ് ചെയ്യൂ. ഈ രാഗിയും കെട്ടിയിട്ട് ഇവിടെ വന്നിട്ട് BJPക്ക് വേണ്ടി വാദിക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത്, BJPയിലെ ജനങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ആഗ്രഹിക്കുന്നത് മണിപ്പൂറും ഗുജറാത്തും UPയും പോലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് നിൽക്കൂല. കാരണം നിങ്ങൾ ചെയ്യുന്നത് പെറ്റുവീണ കുട്ടീനെ ചാണകത്തിലിട്ട് ഉരുട്ടിയിട്ടും പശുവിന്റെ മൂത്രത്തെ കുളിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യുന്ന ഔഷധ ഗുണമുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ഇരുന്നിട്ടാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇതായിരിക്കും സ്റ്റേറ്റിൽ നടക്കുവോ? നടക്കില്ല. പിന്നെ ഇതുപോലെ പരിപാടി നടക്കുവോ? പിന്നെ കോൺഗ്രസ് കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയുമെങ്കിലും പക്ഷെ ഒടുവിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരേ ഒരു കാര്യം പറയാനുള്ളത്, ഏച്ചിയോട് പറയാനുള്ളത്, മണിപ്പൂരിൽ 2 സ്ത്രീകളെ നേരത്തിലൂടെ നടത്തിച്ചിട്ട് ബലാത്സംഗം ചെയ്യുന്ന നിർത്തി
ഇനി കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് എന്താണ് CSR ഫണ്ട്? കെ സുധാകരൻ എത്രത്തോളം CSR ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ താല്പര്യമുണ്ട്. പിന്നെ പാർലമെന്റിലും പോവാത്ത, ചോദ്യം ഉന്നയിക്കാത്ത കെ സുധാകരനെ എന്തിന്റെ പേരിൽ വോട്ട് ചെയ്യണം? ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് മനസ്സിലാവും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കീഴാറ്റൂർ വയലിൽ സമരം ചെയ്യുമ്പോൾ ഈ ദേശീയപാത വികസനത്തിനെതിരാണ് എന്ന് പറഞ്ഞ പാർട്ടിക്കാർ ഇവിടെയുണ്ട്. അവരതിന് ഉത്തരം പറഞ്ഞു. അന്ന് ചെയ്ത പണി ഏറ്റവും മോശമാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് മാപ്പ് പറഞ്ഞു ജനങ്ങളോട്. അതാണ് എൻ്റെ ഒരു ആവശ്യം. രജിത്ത് കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ അല്ലേ? മാഷൻ കേൾക്കുന്നുണ്ടോ? അതായത് നേരത്തെ ഉന്നയിച്ച BJPയുടെ പ്രതിനിധി മറുപടി പറയണമെന്ന് രണ്ട് കാര്യം. എണ്ണവിലുമായി ബന്ധപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു കാര്യം, ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒരു കാര്യം ചിന്തിച്ചു. കേരളത്തിലെ നികുതി ഈ 105 രൂപ 1 ലിറ്റർ പെട്രോളിന് വാങ്ങുമ്പോൾ 42 രൂപ കേരളം നികുതി വാങ്ങുകയാണ്. ആ 42 രൂപയിൽ ഒരു 20 രൂപയെങ്കിലും വേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചിലവാണുള്ളത് ആ നികുതി വാങ്ങി കൂട്ടുക എന്നല്ലാതെ? ഒരു 10 20 രൂപയെങ്കിലും കുറച്ചാൽ അത്രയും ജനങ്ങൾക്ക് ആശ്വാസം കിട്ടണം എന്നുള്ളത്. മറ്റൊന്ന് മൊത്തം നികുതി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചപ്പോ കുറെ സമയം ഇവർ നിങ്ങൾ 22 പറഞ്ഞു, അവിടെ 68ന്റെ കണക്ക് പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞത് ഈ GST വിഹിതം എത്ര കിട്ടിയെന്നുള്ളതാണ്. അതായത് 2023 മാർച്ച് 31 വരെ കേരളത്തിന് കിട്ടിയ GST വിഹിതം 60,000 കോടി രൂപയാണ്. നേരത്തെ ഒരു GST വിഹിതം ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞതാണ് 2023 മാർച്ച് 31 വരെ കേരളത്തിന് കിട്ടിയ GST വിഹിതം 60,000 പെട്രോളിന്റെ വില GST എന്താ കേരളത്തിന് GST കൊണ്ടുവരൂ. പെട്രോൾ ഡീസൽ ആരാണെതിരെ? കേരളത്തിലെ മാർക്സിസ്റ്റ് ഗവൺമെന്റ്. അതായത് പെട്രോൾ വിഹിതം GST വരാത്തതിന് ഒരു പ്രധാന തെറ്റിദ്ധരിപ്പിക്കല്ല. കേരളത്തിലെ ഗവൺമെന്റ് GST വിഹിതത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇന്ന് 105 രൂപ അത് 80 രൂപയായി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള ആചാരത്തെ നാം മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി, അതായത് നേരത്തെ നടന്ന പ്രധാനപ്പെട്ട ചർച്ച, കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം BJPയിലേക്ക് വരുന്നു. വളരെ സന്തോഷമാണ്. CPM-ലെ നേതാക്കന്മാരും BJPയിലേക്ക് വന്ന വളരെ സന്തോഷമാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താ അറിയോ? വരില്ല എന്നുള്ളത്. ബംഗാളിലും ത്രിപുരയിലും CPM-ന്റെ നേതാക്കന്മാർ മാത്രമല്ല അണികളടക്കം BJPയിലേക്കാ. അവരുടെ പാർട്ടി ഓഫീസ് എടുത്തിട്ടാണ് BJPയിലേക്ക് വരുന്നത്. അവിടെ 35 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ ഇന്ന് CPM-ന് ഒറ്റക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഗതിയില്ല. കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ടാണ് ബംഗാളിൽ ഭരിക്കുന്നത്, മത്സരിക്കുന്നത്. ത്രിപുരയിൽ ലോക്കൽ ഞാൻ പറഞ്ഞതിന് കഴിയാനുണ്ട്. ത്രിപുരയിൽ 90% അവിടെ പിന്നെ പല സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാന തെരഞ്ഞെടുപ്പ് CPM-ന് സ്ഥാനാർത്ഥികളില്ല. ഒരു കാര്യം കൂടി പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പില് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് അവിടെ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഒരു പ്രതിനിധി സ്ഥാനാർത്ഥി അവിടെ ആളില്ല. 10 സീറ്റിൽ അരുണാചൽ പ്രദേശ് BJP അവരുടെ മറുപടിക്ക് കേൾക്കണം. സനോജ് പറയട്ടെ അതുകൊണ്ട് അവര് പറഞ്ഞത് താങ്കൾ പറയൂ. സനോജ് പറയൂ. നികുതി വിഹിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് മൊത്തം പിരിക്കുന്ന നികുതിയുടെ 62.7% കേന്ദ്രമാണ് കൊണ്ടുപോകുന്നത്. സംസ്ഥാനങ്ങളാണ് മൊത്തം ചെലവിന്റെ 62.4% നിർവഹിക്കുന്നത്. നിങ്ങൾ നോക്കണം, 62.7% ഇവർ പിരിക്കുന്നു. പിന്നെ 62.4% ചെലവ് ആര് കണ്ടെത്തണം? സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണം. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നികുതി പിരിക്കാൻ കഴിയുന്ന വഴികൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ എന്താ പറയുക, പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ, സപ്ലൈകോയിലെ സാധനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം ഇവർ തടഞ്ഞു വെച്ചു. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു,
കൊടുക്കടാ കാശെന്ന് എന്തേ മിനിഞ്ഞാന്ന് ആരെ ചെവിക്കാൻ സുപ്രീം കോടതി പിടിച്ച് മിനിഞ്ഞാന്ന് ആരുടെ ചെവിക്കാൻ സുപ്രീം കോടതി പിടിച്ച് എന്തെങ്കിലും പറയല്ല. പറഞ്ഞു മൊത്തം കേക്ക്. വിനോദ് മാഷ് മൊത്തം കേക്ക്, മൊത്തം കേട്ട് നോക്ക്. സുപ്രീം കോടതി കേൾക്കൂ. പറയട്ടെ സുഹൃത്തെ. അതായത് ഞങ്ങൾക്ക് ഇനിയും അർഹതയുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമത് സുപ്രീം കോടതി ആരുടെ ചെവിക്കാൻ പിടിച്ചത്? ചർച്ചയുടെ നൈതികത പഠിപ്പിച്ച മാഷ് അത് ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയാൻ അവസരമാക്കി എടുക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത് മാഷ് പറഞ്ഞത് മറുപടി പറയട്ടെ. ഇടപെടുന്നോണ്ടാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇടപെടാതെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യണ്ടേ? സുപ്രീം കോടതി അത് ഇടപെട്ട് തീർക്കട്ടെ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ രണ്ട് വിഷയങ്ങൾ മാഷ് പറഞ്ഞു. പെട്രോൾ പറഞ്ഞു, അടുത്തതും പറഞ്ഞു. വേഗം തീർക്കൂ. 13,600 കോടി വായ്പ എടുക്കാൻ അനുവാദം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. നേരത്തെ വായ്പാ അനുമതി നിങ്ങൾ നിഷേധിച്ചിരുന്നു. ഒന്ന്. രണ്ടാമത് സുപ്രീം കോടതി ചോദിച്ചു, കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിക്കൂടെ എന്ന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ച അനുഭവം ഇപ്പൊ ഉണ്ടായി. വീണ്ടും ആ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. സാമ്പത്തിക ഫെഡറലിസത്തെ കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ ബെഞ്ചിൽ ഒരു കേസ് നടക്കുകയാണ്. ഈ രാജ്യത്തിന് ഇതംബര്യമുള്ള ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്ക്, സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധി മാത്രം നോക്കിയാൽ നമുക്ക് കാണാൻ. ഇവർ പറഞ്ഞില്ല അഴിമതിയെ കുറിച്ച് പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പ്രതിയായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആദർശ് ഫ്ലാറ്റ് കുംഭകോണം. എന്താ കുംഭകോണം എന്നറിയാവോ? സൈനികർക്ക് കൊടുക്കാൻ എടുത്ത ആദർശ് ഫ്ലാറ്റ് അതിനകത്ത് നിന്ന് കോൺഗ്രസുകാർ അടിച്ചു മാറ്റി. ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിൽ അശോക് ചവാനെ പിടിച്ച് ജയിലിടുമെന്ന് പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി അമിത്ഷായും ഉറഞ്ഞുതുള്ളി. രാത്രിക്ക് രാത്രി കാര്യങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തു. എങ്ങനെയാ? അശോക് ചവാൻ BJP-യിൽ ചേർന്നു. ഒരു കേസുമില്ല. ഇപ്പോ ഞാൻ കേസ് വായിക്കാം. ഹിമന്ത് ബിശ്വ ശർമ്മ കേസുമില്ല. ഇങ്ങനെ 13 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ അഴിമതി വീരന്മാരെ പിടിച്ചിട്ട് ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച് എല്ലാ കേസും സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ അഴിമതിയെ കുറിച്ച് പറയുന്നു. റൈറ്റ് രജിത്, ഇത് ഈ ഒരു ഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വിലക്കെടുക്കാൻ കഴിയാത്തവരായി കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ MP-മാർ ഈ സാഹചര്യത്തിൽ ജയിച്ച് പാർലമെന്റിൽ ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ വോട്ടർമാരോട് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ BJP വിരുദ്ധ മോദി സർക്കാർ വിരുദ്ധ വോട്ടുകളെ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ചെയ്യേണ്ടത് എന്ന് പറയുന്നിടത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലാണോ കേരളത്തിൽ UDF വിശേഷിച്ച്? ഒരിക്കലുമല്ല. കോൺഗ്രസ് വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നേരത്തെ എനിക്ക് പറയാൻ സമയം തന്നില്ല. ഇദ്ദേഹം കെജ്രിവാളിനെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും വാദോരാ സംസാരിച്ചു. ഈ കെജ്രിവാൾ ആരുടെ സന്തതിയാണ്? ബാബ രാംദേവിൻ്റെയും അതുപോലെ തന്നെ ശ്രീ രവിശങ്കറിൻ്റെയും സന്തതിയാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റിന് താഴെ ഇറക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ബ്രഹ്മാസ്ത്രമാണ് അവസാനം ഇവരിപ്പോൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്ന ആള്. എന്ത് സംശയം ഉണ്ട് അതിനകത്ത്? അപ്പൊ അഴിമതി നടത്തുമ്പോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് കേട്ടോ, ഓർക്കണം. ഒന്ന് പറയാം ഇന്ത്യ മുന്നണിയിലേക്ക് അദ്ദേഹം വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ ഹേമന്ത് വിശ്വാസിനെ സംരക്ഷിച്ച പോലെ ഇവർ സംരക്ഷിച്ചിട്ടുണ്ടാവും. ഒരു സംശയം അതിനകത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അഴിമതി ആണ് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ അതിൽ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ അതുകൊണ്ട് ഇന്നലെ മഹാറാലി ആക്ഷേപിച്ചതല്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ തകർക്കാൻ BJP കൊണ്ടുവന്നതാണ്. അവസാനം അത് ഇവർക്ക് തന്നെ എതിരായി എന്ന് തോന്നിയപ്പോഴാണ്, ഇവരുടെ കൂടെ നിൽക്കാത്തപ്പോഴാണ്, കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായി ഇന്നും ഈ രാജ്യത്തിനകത്ത് ജയിലുണ്ടാവും, തിഹാർ ജയിലുണ്ടാവില്ല, പുറത്തുണ്ടാവും. ഒരു സംശയമില്ല. ഇതാണ് ഇവരുടെ അഴിമതി വിരുദ്ധ സമീപനം. രണ്ടാമത്, കേരളത്തിനകത്ത് മോദി വിരുദ്ധ വോട്ടുകളും ഇടതുപക്ഷ ഭരണവിരുദ്ധ വോട്ടുകളും കോൺഗ്രസ് ഏകീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു സംശയം തിരിച്ചെത്തി. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകില്ല. ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. അല്ല, കേരളത്തിൽ നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് വരാം. താങ്കൾ ചോദ്യം അങ്ങോട്ട് വരാം. ഇവിടെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-കാരന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം AK ബാലൻ പറഞ്ഞതുപോലെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് മാഷെ ചിഹ്നം മാറ്റാൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തിൽ ഭേദഗതി ചെയ്താൽ കേരളത്തിൽ താമരയിൽ മത്സരിക്കാൻ BJP-ക്ക് കഴിയുമോ?
അതായത് നിങ്ങൾ ചിന്തിക്കട്ടെ, എന്തൊരു ചോദ്യം ഭേദഗതി എന്ന് പറഞ്ഞാലും സാങ്കല്പികമാണ്. സാങ്കല്പിക ഒരു സംസ്ഥാനത്ത് ശേഷിക്കനുസരിച്ച് ചിഹ്നം മാറ്റുന്ന ഒരു സംവിധാനം CPM കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ നാം ചിന്തിക്കണം 96-ൽ ചോദ്യം വേറെ അല്ലല്ല 96-ൽ CPM കിട്ടിയ വോട്ടിംഗ് ശതമാനം 6.8. എന്റെ ചോദ്യത്തിൽ CPM ഇല്ല. എന്റെ ചോദ്യത്തിൽ BJP വിനോദ് മാസ്റ്ററേ ഉള്ളൂ. എന്താ അത് ഞാൻ ചോദിച്ചത് കേരളത്തിൽ എന്താ നിങ്ങളുടെ അവസ്ഥ? അതെ, താങ്കളുടെ ചോദ്യം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് CPM സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ മുനമ്പിലുള്ളത് പൂർണ്ണമായും ആത്മഹത്യ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 40 സീറ്റിന് വേണ്ടി മാത്രമാണ്. ഇതൊരു 4 സീറ്റിന് വേണ്ടി മാത്രം. മൂന്നാം നിലവിലുള്ളത് അതൊന്നും കൂടെ കൂട്ടിക്കോട്ടെ, 4 സീറ്റിന് ഇവർ 40. അതാ ഈ രണ്ടുപേരും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ. ഞാൻ വരുന്നു. അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയുടെ ആളുകളാണ്. കേരളത്തിലെ BJP തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെയോ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ. ഈ തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തുണ്ടാക്കിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ, രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി, പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, പ്രധാനമന്ത്രി ആവാസ് യോജന, ആയിരക്കണക്കിന് ജനൌഷധികൾ, ഇങ്ങനെ നിരവധി പദ്ധതികൾ. ദേശീയപാത 60,000 കിലോമീറ്റർ ദേശീയപാത ഉണ്ടാക്കി. കേരളത്തിൽ നിങ്ങൾക്ക് നേട്ടം എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം 400-ൽ കൂടുതൽ സീറ്റ് BJP ജയിക്കും എന്നുള്ള കാര്യം സംശയം. ആർക്ക് പരിഹാസം ഉണ്ടാവും? അതായത് ദേശീയപാത കേരളം ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെ വിജയിക്കും. രഘുനാഥ് വിജയിക്കും. ശരി, സനോജ് കേട്ടല്ലോ. കേരളത്തിൽ ഇടതുപക്ഷം 20 സീറ്റിലും വിജയിക്കും. പിന്നെ BJP 400 സീറ്റിനെ കുറിച്ച് പറയുന്നു. BJPക്ക് 400 ഒന്നും കിട്ടാൻ പോകുന്നില്ല. BJP-യുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇവരെ 10 വർഷം ഭരിച്ചു. 10 വർഷം ഭരിച്ചു. പറയട്ടെ, 10 വർഷം ഭരിച്ചിട്ട് ഭരണത്തിന്റെ നേട്ടത്തെ കുറിച്ച് ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അത് താങ്കൾ പറഞ്ഞപ്പോൾ കൺക്ലൂഷനിൽ ഉണ്ടായില്ല. ചർച്ചയിൽ മാന്യത പാലിക്കണം. എന്ത് കണ്ടിട്ടാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇവർ പറഞ്ഞു 1 വർഷം 2 കോടി പുതിയ തൊഴിലവസരം. പുതിയ തൊഴിൽ പോയിട്ട് നിലവിലുള്ള തൊഴിൽ പോലും അട്ടിമറിക്കലേ ചെയ്യുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി ആര് നിയമനം നടത്തും? ആ വിമാനത്താവളത്തിൽ ഇനി മെറിറ്റ് ഇല്ല, സാമൂഹ്യനീതിയില്ല, സംവരണമില്ല. നമ്മുടെ നാട്ടിൽ BSNL എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനമുണ്ട്, BSNL ഫോൺ ഇല്ലേ? ആ BSNL-ന്റെ അവസ്ഥ എന്താ? ഇപ്പോ 3.25 ലക്ഷം തൊഴിലാളികളുള്ള BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്ന് 60,000 ആളുകളെ ഉള്ളൂ. സഹോദരി, 3.25 ലക്ഷം തൊഴിലാളികളുള്ള BSNL ഇന്ന് 60,000 ഉള്ളൂ. ബാക്കി എവിടെ പോയി? അത് പറയൂ. ബാക്കി ആളുകൾക്ക് നിയമനമില്ല, അവരെ പിരിച്ചുവിട്ടു. ഇന്ത്യൻ റെയിൽവേയിൽ 5 ലക്ഷം ഒഴിഞ്ഞു കിടക്കുന്നു. നിങ്ങളുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോപാൽ കൊടുത്ത മറുപടിയാണ് 5 ലക്ഷം ഒഴിവ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിങ്ങൾ പറയാതെ 1200 കോടി നിങ്ങൾ പരീക്ഷാ ഫീസ് പിരിച്ചിട്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ചു. ഈ രാജ്യത്തിന്റെ പൊതുമേഖല സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ കേരളത്തിൽ LDF എവിടെ എത്തും ഈ തെരഞ്ഞെടുപ്പിൽ? ചോദിച്ച പോലെ കേരളത്തിലെ LDF ഈ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ 20 സീറ്റ് വാങ്ങിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പോരാട്ടത്ത് കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലെ കാര്യമാണോ? വളരെയധികം നന്ദി. കണ്ണൂരിന്റെ രാഷ്ട്രീയ ആവേശം മട്ടന്നൂരിൽ അതിശക്തമായി നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുവരികയായിരുന്നു. അത്ര ശക്തമായി രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കണ്ണൂർ പോകുന്നത്. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.